സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പരശുരാമ ചരിതത്തിൻ്റെ ഇടയിൽ പരശുരാമൻ പരമേശ്വരൻ്റെ അടുത്ത് പോയി, ശിവൻ്റെ അടുത്ത് പോയി, കൈലാസത്ത് പോയി ധനുർവേദമാണ് അഭ്യസിച്ചത്. വേദം പഠിക്കാൻ പോവുക എന്ന് പറയുമ്പോൾ അച്ഛൻ വിചാരിച്ചു വേദമല്ലേ ബ്രാഹ്മണർ പഠിക്കേണ്ടത്, എന്താണ് ബ്രാഹ്മണന് ക്ഷത്രിയ സ്വഭാവം ഉണ്ടാവാൻ കാരണം എന്ന് ഇന്നലെ പറഞ്ഞു. മുമ്പത്തെ തലമുറയിൽ മുത്തശ്ശി പ്രസാദം മാറ്റി കഴിച്ചതുമാണ്. നമ്മൾ ചെയ്ത തെറ്റ് ചിലപ്പോൾ നമ്മുടെ തലമുറകളെ അനുഭവിക്കുക. നമ്മളാവണമെന്നില്ല, നമ്മുടെ ഡയറക്റ്റ് തലമുറയാവണമെന്നില്ല, അതിൻ്റെ കീഴ്പ്പെട്ടുള്ള തലമുറയ്ക്കൊക്കെ ആവത്തെ ചിലപ്പോൾ ഈ ദുരിതങ്ങൾ എന്താണോ ചോദിച്ചാൽ അങ്ങനെയാണ്. എന്നിട്ട് ചോദിക്കുക അത് ശരിയാണോ, ഒരാൾ ചെയ്തത് അവരവർക്കല്ലേ പാടും, അങ്ങനെയില്ല എന്നാണ്. നമ്മൾ ചെയ്ത ദുരിതം നമ്മുടെ കുട്ടികളാണ് അനുഭവിക്കുക, വേറൊരു കാരണവന്മാർ ചെയ്ത ദുരിതമാണത്രേ നമ്മൾ അനുഭവിക്കണം. അതിന് നമ്മൾ ഉത്തരവാദിയൊന്നുമല്ല, പക്ഷേ അത് അങ്ങനെയാണെന്നാണ്. അപ്പോൾ ഇവിടെ ഇന്നലെ പറഞ്ഞു പ്രസാദം മാറ്റി കഴിച്ചു. രേണുകയല്ല, രേണുകയുടെ അമ്മ, രേണുകയുടെ ജമദഗ്നിയുടെയും അമ്മയായിട്ടുള്ള സത്യവതി അത് മാറ്റി കഴിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം വന്നത്. അങ്ങനെ കുശികനുണ്ടായി, വിശ്വാമിത്രനുണ്ടായുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ബ്രാഹ്മണകുമാരനും ക്ഷത്രിയകുമാരനും ഉണ്ടാവുന്നതിന് വിപരീതമായിട്ട് ഇവിടെ ഋഷികുമാരന് വന്നു. കുശികനും സത്യവതിയും, വിശ്വാമിത്രനും സത്യവതിയും കൂടി സഹോദരന്മാരാണ്. അങ്ങനെ ആ കുശികൻ ഉണ്ടായി. കുശികൻ്റെ പുത്രൻ വിശ്വാമിത്രൻ മഹർഷിയായി. ഇവിടെയോ ആദ്യം ഉണ്ടായത് ക്ഷത്രിയനാണ്, പിന്നെ അതിന് ശേഷം ആദ്യം ഉണ്ടായത് ബ്രാഹ്മണനാണ്, പിന്നീട് ക്ഷത്രിയനുണ്ടായി. ജമദഗ്നി ഋഷിയായിട്ട് ജനിച്ചു. ഋഷിയുടെ പുത്രനായിട്ട് പരശുരാമൻ ക്ഷത്രിയ സ്വഭാവത്തോട് കൂടിയിട്ടും ജനിച്ചു. ഒരു തലമുറയ്ക്ക് അപ്പുറം എന്ന് പറഞ്ഞു. ഇനി അടുത്ത് പറയുന്നു പിത്രാമാതൃമുദേ തവാഹൃത ഹേന നിജാദാസ് ധേനോർ എന്നാണ് കേട്ടോ, ധേനു പശു, ധേനോർ നിജാത ആശ്രമാൻ പ്രത്തായാത മൃഗോർ ഗിരാ ഹിമഗിരാ വാരാദ്യ ഗൗരീപതിം ലദ്ധ്വാ തത്പരശും തദുക്തധനുജച്ഛേദി മഹാത്രാധികം പ്രാപ്തോ മിത്രമതാകൃത വ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. അതത്വം ഭൃഗോ ഗിര, ഭൃഗുവിൻ്റെ വാക്കിനാൽ, ഭൃഗുമഹർഷിയുടെ നിയോഗത്താൽ, പിത്രാമാതുമുദേ തവാഗതവ്യധേനോ നിജാദാശ്രമാത്, അച്ഛനാൽ ആനയിക്കപ്പെട്ട കാമധേനു, അമ്മയ്ക്കൊരാഗ്രഹം കാമധേനു വേണമെന്ന് രേണുകയ്ക്ക്. അപ്പം ജമദഗ്നി തൻ്റെ ഏതൊക്കെയോ ശക്തി കൊണ്ട് കൊണ്ടുവന്നതാണ് ഈ കാമധേനുവിനെ. അതാണ് ഇവിടെ സ്തവ ആഹൃതധേനോ നിജാദാശ്രമാത്, ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് ഹിമാലയത്തിൽ ചെന്ന് അവിടെ വെച്ച് ശ്രീ പരമേശ്വരനെ ആരാധിച്ച്, കൈലാസത്തിൽ വെച്ച് ആശ്രമിച്ച് പരമേശ്വരനെ ആരാധിച്ച് ഹിമഗിരൗ ഗൗരീപതിം, ഗൗരീപതിയെ ആരാധിച്ച് തത്പരശും ലബ്ധ്വ, അവിടെ നിന്നാണ് ഈ പരശു സ്വന്താക്കിയതും പരശുരാമൻ എന്ന പേര് കിട്ടിയതും എന്നാണ്. തത്പരശം ലബ്ധ്വ തദുത്തനുജച്ഛേദി മഹാത്രാധികം, ദിവ്യാസ്ത്രം മുതലായതൊക്കെ നേടിയതിന് ശേഷം ധനുജച്ഛേദി, അസുരസംഹാരത്തിന് ഉതകുന്ന ദിവ്യാസ്ത്രങ്ങൾ, അദ്ദേഹം പറഞ്ഞ ഒരു അസുരനെ പരശുരാമൻ നിഗ്രഹിക്കുകയും ചെയ്തു. രാമ, അതിനു വേണ്ടിയാണ് ഈ അസ്ത്രം തരുന്നത് കേട്ടോ, അവനെ കൊല്ലണം. ഓ ആവാം. അങ്ങനെ ഗുരുവാക്യത്താൽ, പരമേശ്വരൻ്റെ വാക്യത്താൽ ധനുജച്ഛേദി, ധനുജരായിട്ടുള്ള അസുരനെ കൊന്ന് പല അസ്ത്രങ്ങളും കൈക്കലാക്കി. പരമേശ്വരൻ സന്തോഷിച്ചു കൊടുത്തു. ലദ്ധ്വാ തദുക്ത മഹാസ്ത്രാധികം പ്രാപ്ത അത സ്വാശ്രമം, തൻ്റെ ആശ്രമത്തിലേക്ക് എത്തി. ആശ്രമത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ശിഷ്യനെ കിട്ടിയിരുന്നു. ആകൃത വ്രണമുനിം മിത്രം പ്രാപ്യ,
ആകൃതവ്രണൻ എന്ന മഹർഷിയെ ചങ്ങാതിയായി സമ്പാദിച്ചതെന്നാണ് ഇവിടെ. മിത്രം പ്രാപ്യ, സുഹൃത്താണ്, ശിഷ്യനല്ല. എങ്കിലും രാമനായതുകൊണ്ട് ശിഷ്യനാവാം. പക്ഷെ ഇവിടെ മിത്രം എന്നാണ് പറയുന്നത്. ആകൃതവ്രണമുനിയും മിത്രം പ്രാപ്യ, പരമേശ്വരനെ സന്തോഷിപ്പിച്ചു, പരശു കൈക്കലാക്കി, പല അസ്ത്രങ്ങളും കൈക്കലാക്കി, ശിവൻ പറഞ്ഞതായിട്ടുള്ള അസുരനെ നിഗ്രഹിച്ച് ആകൃതവ്രണമുനിയെ മിത്രമായി, ആകൃതവ്രണൻ എന്ന മുനിയെ മിത്രമായി ലഭിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പിത്ര മാതൃമുദേ തവാഹൃത വിയഹേനോ ധേനോ നിജാതാശ്രമാൻ. അതായത് കാർത്തവീരാർജുനൻ ജമദഗ്നിയുടെ ആശ്രമത്തിൽ വന്നു. ഇന്നലെ പറയുന്നുണ്ടായി, ധാരാളം വിഭവസമൃദ്ധമായി സൽക്കരിച്ചപ്പോൾ അത് കാമധേനുവിൽ നിന്നാണ് എന്ന് മനസ്സിലായിട്ട് ആ കാമധേനുവിനെ അപഹരിച്ചു രാജാവ് കാർത്തവീരാർജുനൻ. അധികാരമുണ്ടല്ലോ രാജാവല്ലേ. അപ്പം രാമനെ എന്ത് ചെയ്തു? പോയിട്ട് ആ രാജാവിനെ വെട്ടിക്കൊന്നു, രാജാവിൻ്റെ കൂടെയുള്ള സൈന്യങ്ങളെ കൊന്നു, ആ പശുവിനെ കൊണ്ടുപോകും. അതാണ് അവിടെ ഒറ്റ വാക്കിൽ തവ ആഹൃത വിയത് ധേനോ നിജാതാശ്രമാത്, ആ ധേനുവിനെ തിരിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ശിവൻ്റെ അടുത്ത് പോയി അസ്ത്രവിദ്യയൊക്കെ പഠിച്ച് പല അസ്ത്രങ്ങളും കൈക്കലാക്കി, പരശു കൈക്കലാക്കി, ഭഗവാൻ ശിവൻ പറഞ്ഞതനുസരിച്ചിട്ടുള്ള അസുരനെ വധിച്ച് ആകൃതവ്രണമുനിയെ മിത്രമായി ലഭിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ കാമധേനുവിനെ വീണ്ടെടുത്തതും വധിച്ചതൊക്കെ അതിലൊതുങ്ങി. അടുത്തത് ആഖേട്ടോപകത അർജുന സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണേ ത്വത്പിത്ര പരിഭൂഷിത പുരഗതോ ദുർമന്ത്രിവാചാമുന കാം ക്രീതും സജീവന്നേതകതിയാതേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷഗോഹതജമൂചക്രേണ വത്സോ ഹൃദ. ആഖേട്ടോപഗത അർജുന, നായാട്ടിന് പുറപ്പെട്ട് എത്തിച്ചേർന്ന കാർത്തിവീരാർജുനൻ. ആ കഥ വിസ്തരിക്കുകയാണ്. സുരഗവി സംപ്രാപ്തം, കാമധേനുവിന് ലഭിച്ച സമ്പൽ സമൃദ്ധി കൊണ്ട് സൽക്കരിക്കപ്പെട്ടു. പുനഗത ദുർമന്ത്രി വാച, മന്ത്രിയുടെ ഉപദേശമനുസരിച്ച് അതിനെ നമുക്ക് കൊണ്ടുപോകാമെന്ന് മന്ത്രി പറഞ്ഞു. ശരിയല്ലാത്തത് കേട്ടാൽ അനുസരിക്കുകയല്ല വേണ്ടത്. കാരണം മന്ത്രിമാർ ശരിയല്ലെങ്കിൽ രാജാക്കന്മാരടക്ക അബദ്ധത്തിലാവും. മഹർഷിയോട് അകളി. വസിഷ്ഠനോട് കാമധേനു അപഹരിച്ചിട്ട് വിശ്വാമിത്രൻ തോറ്റ് തൊപ്പിയിട്ട കഥ വളരെ പ്രസിദ്ധമാണ്. അന്നാണ് അദ്ദേഹം ക്ഷത്രിയൻ രാജചക്രം മാറ്റി കിരീടം അയച്ചു വെച്ച് തപസ്സിന് പോയിട്ട് മെമ്മർഷിയായി മാറിയത് എന്നാണല്ലോ കഥ. അപ്പോൾ ഈ അന്യൻ്റെ മുതൽ, അതും ബ്രാഹ്മണ സ്വത്ത് ആഗ്രഹിച്ചുള്ള കുഴപ്പം ചിന്തിക്കാതെ കൊണ്ടുപോയി. പുരഗത ദുർമന്ത്രിവാച ഗാം ക്രേതും സജീവം നിയുക്ത തൻ രുന്ധൻ മുനി പ്രാണക്ഷേപസരോഷഗോഹത മൂചക്രേണ. ആരാമൻ അതിനെ കൊണ്ടുവരാൻ വേണ്ടി വീണ്ടെടുക്കാൻ, കാമധേനുവിനെ വീണ്ടെടുക്കാൻ അച്ഛൻ്റെ പശുവിനെ കൊണ്ടുപോകാറായോ രാജാവ്. രാമനുണ്ടോ എല്ലാവരെയും പേടി. അവരെ അങ്ങോട്ട് സൈന്യത്തെ വധിച്ചു, കാർത്തികരാജനെയും വധിച്ചു. യമദഗ്നി അതിവിശിഷ്ടമായ അതിഥി സൽക്കാരം കണ്ടപ്പോൾ രാജാവിന് ആ പശുവിനെ വേണം തോന്നുകയാണ് ഉണ്ടായത്. കതിയാതേന അഭിവത്സ, ഇവിടെ കുട്ടി അപഹരിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. കുട്ടിയല്ല, ഭാഗവത പ്രകാരം കുട്ടിയും കൊണ്ടുപോയിട്ടുണ്ട്, പശുവിനെയും കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടിനെയും കൂടിയിട്ടാണ് കൊണ്ടുപോയത്. ഇവിടെ കുട്ടി എന്ന് പറയുന്നു. വത്സോ ഹൃദ, വത്സം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി ആണ്. വത്സസ്തേയം പശുക്കുട്ടികളെ കുറിച്ചുള്ള കഥ. മോഷണമാണല്ലോ വത്സസ്തേയം, ബ്രഹ്മാവ് കൊണ്ടുപോവുക, അപഹരിക്കുക. വത്സം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി. ഇപ്പം പശുക്കുട്ടി അപഹരിച്ചു എന്ന് ഇവിടെ പറഞ്ഞിരിക്കണു. അത് ഭാഗവത പ്രകാരം ശരിയല്ല. ഭാഗവത പ്രകാരം കുട്ടിയും അമ്മയും രണ്ടിനെയും കൊണ്ടുപോയിട്ടുണ്ട്. ശുക്രോ ജീവിതവാക്യചലിത ക്രോധോത സഖ്യാസമം ബിഭ്രദ്ധ്യാതമഹോദരോപനിഹിതം ചാപങ്കുടാരം ശരന്നാരൂഢസ്തവാഹ യന്ത്രകരഥം മാഹിഷ്മദീമാവിശൻ വാക്പിർവത്സമതാശുഷിച്ചിതിപദൗ സംപ്രാസ്തുതാ സങ്കരം. എന്തിനുവേണ്ടി? ശുക്രനാൽ ജീവിക്കപ്പെട്ട അച്ഛൻ്റെ വാക്കിനാൽ. അച്ഛനപ്പോഴേക്കും മരിച്ചിരിക്കണു, ശുക്രൻ ജീവിപ്പിച്ചു എന്നാണ്. ശുക്രോ ജീവിത താതവാക്യ. രാജാവൊക്കെ വന്നിട്ട് യമദഗ്നിയെ കൊന്നു എന്നാണ്. എന്താ വെച്ചാൽ
അവരുടെ കാർത്തവീരാജനെ കൊന്നല്ലോ. കാർത്തവീരാജനെ കൊന്നപ്പോൾ അവർക്കൊരു തോന്നൽ, അച്ഛനെ കൊന്നുള്ള ദുഃഖം രാമൻ അനുഭവിക്കട്ടെ. അങ്ങനെ ആ താതൻ കൊല്ലപ്പെട്ടു. രാജാവിൻ്റെ മക്കളാൽ, രാജാവ് മരിച്ചല്ലോ, മക്കൾ വന്നിട്ട് ജമദഗ്നിയെ കൊന്നു. ശുക്രാചാര്യരെ ജീവിപ്പിച്ചു. അദ്ദേഹത്തിന് മൃതസഞ്ജീവനി വിദ്യ അറിയാം. അപ്പോൾ ദേവന്മാർക്കോ അസുരന്മാർക്കോ മനുഷ്യന്മാർക്കോ ആർക്കു വേണമെങ്കിലും പ്രയോഗിക്കും. ശുക്രാചാര്യക്കാരൻ പക്ഷഭേദമൊന്നുമില്ല. ജീവിച്ചു പറഞ്ഞു, അച്ഛൻ എന്താ അച്ഛന് വേണ്ട ചോദിച്ചു. എനിക്ക് ആ കാർത്തവീരാജനെ മുഴുവൻ അവരുടെ വംശത്തെ ഇല്ലാണ്ടാക്കണം, ക്ഷത്രിയന്മാരൊന്നും ഇവിടെ വേണ്ടാന്നായി. അത സഖ്യാതമം ധ്യാതമഹോദരോപനഗിതം, അത്യന്തം സ്നേഹിതനായി നാഗത ഉണമിനിയോടുകൂടി ധ്യാനിച്ചു. രണ്ടാളും കൂടി ധ്യാനിച്ചപ്പോൾ മഹോദരൻ എന്ന ശിവപാർഷദൻ വെൺമഴു, വില്ല് മുതലായിട്ടതൊക്കെ കൊടുത്തു രാമന്. അതുകൊണ്ട് എന്ത് ചെയ്തു? സഹവാകയേന്ദ്രകരഥം, കുതിരകളും സാരഥിയുമൊക്കെ ആയി ഒത്ത തേരിൽ കയറി മാഹിഷ്മതി നഗരത്തിൽ പ്രവേശിച്ച് അദാശുഷി, രാജാവ് പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടും ആ കുട്ടിയെ കൊടുത്തില്ല. പശുവിനെയും പശുക്കുട്ടിയും തരണോ അതോ ഞാൻ എൻ്റെ തനി സ്വരൂപം എടുക്കണോ ചോദിച്ചു രാമൻ. താനാരാ ചോദിച്ചു. എന്നെ കേട്ടിട്ടില്ലേ പരശുരാമൻ, ഇതായി കയ്യിൽ പരശുണ്ട്, അത് എന്തിനും പറ്റും, ആരുടെ നേരെയും ഞാൻ പ്രയോഗിക്കും, അതുകൊണ്ട് മര്യാദയ്ക്ക് ആ പശുവിനെ കുട്ടിയെ ഇങ്ങോട്ട് തന്നോളുക എന്നിങ്ങോട്ട് പറഞ്ഞില്ലേ. അവർ യുദ്ധത്തിന് വന്നു. യുദ്ധത്തിന് വന്നപ്പോൾ രാമൻ ഉണ്ടോ വിടണു, അവരെ വധിച്ചു. ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയുകയാണ്. ശുക്രോ ജീവിത തദവാക്യചരിത ക്രോധോതസഖ്യാസമം വിപ്രധ്യാത മഹോദരോപനിഹിതം ചാപങ്കുടാരം ശരൻ ആരൂഢസ്തകവാകയന്ത്രകരഥം ആഹീഷ്മതീമാവിശൻ വാഗ്വിദ്വത്സമദാശുചിച്ചിരിപതോ സംപ്രാസ്തുതാസങ്കരം. പശുവിനെ കൊണ്ടുപോയി രാമൻ മഹോദരൻ എന്ന് ശിവൻ അയച്ചു കൊടുത്ത പാർഷദനാണ്. ഒരു സഹായി ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ സഹായിയായിട്ടുള്ള ആകൃതനോട് കൂടിയിട്ട് ആ ധ്യാനം ഉണ്ടായത്. അങ്ങനെ രാജാവിനെ കൊന്ന ആ പശുക്കുട്ടിയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. പശുവിനെയും കുട്ടിയെന്ന് പറയുന്നു ഭാഗവത്തിൽ. ഇവിടെ കുട്ടിയുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണാവോ അങ്ങനെ കുട്ടിയെ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, ശരിക്കും പശുവിനെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. കാമധേനുവിനെ അസൂയ കൊണ്ട് ഉപദ്രവിക്കാൻ കൊണ്ടുപോയതാണെന്നാണ്. തുടർന്ന് ഇനി യുദ്ധം ഉണ്ടായി. ക്ഷത്രിയന്മാർ ഇവരും തമ്മിലുള്ള യുദ്ധത്തിനെ വർണ്ണിക്കുകയാണ്. കാർത്തികരാജനും ജമദഗ്നിയുടെ വംശവും തമ്മിലുള്ള യുദ്ധം. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.